ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ സ്പീക്കർ എൻ ഷംസീർ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിയമസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 4ാമത് പുസ്തകോത്സവമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതും സംരക്ഷിക്കുന്നതും എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാർത്ഥകമായ ഒരു ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ അറിവുള്ള, പ്രതിബദ്ധതയുള്ള ഒരു ജനത ഉണ്ടാകണം. അത് സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ല, അതിനെ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ജന്മാവകാശം പൗരത്വത്തിൻ്റെ അവകാശവും സമ്മതിദാന അവകാശമാകുമ്പോൾ ജനാധിപത്യ ബോധവും കാഴ്ചപ്പാടുമുള്ള ഒരു ജനത എന്നത് ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്. ആർക്കാണ് ഇത്തരമൊരു സാമൂഹിക സൃഷ്ടിയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം? തീർച്ചയായും ഭരണകൂടത്തിനും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ഈ ചുമതലയുണ്ട്. പൊതുവിദ്യാഭ്യാസം, നിയമനിർമ്മാണം എന്നിവയിലൂടെ സർക്കാർ ഇത് നിർവഹിക്കുന്നു എന്ന് പറയാം. പക്ഷേ അതിന് പരിമിതികളുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഈ സംവിധാനങ്ങൾ എത്രമാത്രം എത്തിച്ചേരുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ജനാധിപത്യത്തിൽ ശരിക്കും വിധികർത്താക്കളാകാൻ പര്യാപ്തമായൊരു ജനതയെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. മതേതരത്വവും ബഹുസ്വരതയുമൊക്കെ ആശയതലത്തിൽ നിന്നും ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന ജൈവധാരയായി മാറണമെങ്കിൽ അതിനുള്ള സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തേണ്ടതുണ്ട്. ലോകത്തെ 130 കോടി പട്ടിണിക്കാരിൽ 24 കോടിയോളം ജീവിക്കുന്നത് ഇന്ത്യയിലാണെന്ന കണക്കുകൾ പുറത്തു വന്നിട്ട് ആഴ്ചകളേ ആയിട്ടുള്ളൂ. സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവുമാണ് വികസനത്തിൻ്റെ പാത എന്ന് വാദിക്കുന്നവർ കാണേണ്ട ചില കണക്കുകളാണ് പുറത്തു വരുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ തുടർന്നുവെന്നാണ് 2026 ലോക അസമത്വ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 1% ഇന്ത്യക്കാർ രാജ്യത്തിൻ്റെ സമ്പത്തിൻ്റെ 40% കൈക്കലാക്കിയെന്ന് വേൾഡ് ഇൻക്വാളിറ്റി ലാബ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഒരു ഗ്രാമവികസന പദ്ധതിയുടെ പേരിൽ നിന്നുപോലും രാഷ്ട്രപിതാവിനെ മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നു. ഞാൻ പറഞ്ഞ അറിവുള്ള, പ്രതിബദ്ധതയുള്ള ഒരു ജനതയെ എങ്ങനെ സൃഷ്ടിക്കാമെന്ന ചോദ്യം ഇവിടെ കൂടുതൽ പ്രസക്തമാവുന്നു. സാർത്ഥകമായ ജനാധിപത്യത്തിൻ്റെ നിർമ്മിതിക്ക് ശരിയായ വായന അനിവാര്യമാണ്. ഇവിടെയാണ് ഇത്തരം പുസ്തകോത്സവങ്ങൾ ഏറ്റവും പ്രാധാന്യമായി നാം കണക്കാക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാനിതിൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ 4ാമത് പുസ്തകോത്സവത്തിൻ്റെ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനായ സ്പീക്കർ ശ്രീ എൻ ഷംസീറിനെ ഈ ചടങ്ങിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദരം ഏറ്റുവാങ്ങുന്ന ശ്രീ NS മാധവന് ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. മുഖ്യ അതിഥി ശ്രീമതി ബാനു മുഷ്താഖിനെ സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ ക്രിസ്റ്റഫർ കെ കലീല MBA സ്വാഗതം ആശംസിക്കുന്നു.
ഏറ്റവും ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ ടി പത്മനാഭൻ അവരുടെ ഈ ചടങ്ങിൻ്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് സ്വാഗതം ആശംസിക്കുന്നു. കേരളത്തിലെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിനെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയെ സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ബഹുമാനായ മന്ത്രിയെ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജന് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി IAS സ്വാഗതം ആശംസിക്കുന്നു. നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാറിന് സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർ, നിയമസഭാ സാമാജികർ, മുൻ MLA മാർ, അതുപോലെ തന്നെ നിയമസഭാ ജീവനക്കാർ, മറ്റ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ മുഴുവൻ പേരെയും ഈ ചടങ്ങിന് വേണ്ടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, 4ാമത് നിയമസഭാ പുരസ്കാര ജേതാവ് ശ്രീ NS മാധവൻ, ബുക്കർ പ്രൈസ് വിന്നർ ശ്രീമതി ബാനു മുസ്താഖ്, കോമൺവെൽത്ത് പാർലമെൻ്ററി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ക്രിസ്റ്റഫർ കലീല, ടി പത്മനാഭൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടുന്ന വേദിയിലെ ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ 4th എഡിഷൻ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. 2023 ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ ഒരു നിയമസഭയും ഇന്നേ വരെ നടത്താത്ത രീതിയിൽ ഇന്ത്യക്ക് കേരളം പല കാര്യങ്ങളിലും മാതൃകയാണെങ്കിൽ ഒരു മാതൃക കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് KLIBFൻ്റെ 1st എഡിഷൻ ഇവിടെ തുടക്കം കുറിച്ചത്. ഇന്ന് 4th എഡിഷനിലേക്ക് എത്തുമ്പം വളരെ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഓരോ വർഷവും KLIBF ശ്രദ്ധേയമാവുന്നു എന്ന് മാത്രമല്ല KLIBFിലേക്കുള്ള പങ്കാളിത്തം കൂടി വരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജയ്പൂർ ലിറ്റററി ഫെസ്റ്റിവൽ, അതുപോലെ ലോകത്തുള്ള പല ലിറ്റററി ഫെസ്റ്റിവൽ, ഫ്രാങ്ക്ഫർട്ട് ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള ലോകത്തെ പല ഫെസ്റ്റിവലോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫെസ്റ്റിവലായി KLIBFനെ മാറ്റും എന്നായിരുന്നു ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫെസ്റ്റിവലായി ഇത് മാറാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന അഭിമാനകരമായ കാര്യം ഞങ്ങൾ ഈ ഘട്ടത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നു മുതൽ അടുത്ത ചൊവ്വാഴ്ച ഒരു 7 ദിവസമാണ് ഈ ഫെസ്റ്റിവൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. 300ഓളം സ്റ്റാളുകൾ, 200-നടുത്ത് പ്രസാധകന്മാർ, നിരവധി പുസ്തക ചർച്ചകൾ, പുസ്തക പ്രസാധനങ്ങൾ, ഇതെല്ലാം ഈ ഫെസ്റ്റിവലിനെ ശ്രദ്ധേയമാക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം എല്ലാ വൈകുന്നേരങ്ങളിലും ആസ്വദിക്കാൻ സാധിക്കുന്ന കൾച്ചറൽ ഇവൻറ്റും ഞങ്ങളുടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കേരള ലെജിസ്ലേച്ചർ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി മാറുന്നു എന്നുള്ളതാണ്. പുസ്തകങ്ങൾ വായന കുറയുന്നു എന്നൊക്കെ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ബുക്സ് ആർ ദ കാരിയേഴ്സ് ഓഫ് സിവിലൈസേഷൻ. വിത്തൗട്ട് ബുക്സ് ഹിസ്റ്ററി ഈസ് സൈലൻറ്റ്, ലിറ്ററേച്ചർ ഈസ് ഡംപ്, സയൻസ് ഈസ് ക്രിപ്പിൾഡ്. അതിന് സമാനമായി പുസ്തകങ്ങളില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇൻ്റർനെറ്റ് ലിറ്ററേച്ചറും നോർമൽ ലിറ്ററേച്ചറും കമ്പാരിസൺ ചെയ്യുമ്പം നോർമൽ ലിറ്ററേച്ചർ തന്നെയാണ് അതിജീവിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, പക്ഷേ ഇൻ്റർനെറ്റ് ലിറ്ററേച്ചർ ഒരിക്കലും ഇതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. AI ലിറ്ററേച്ചർ ശക്തിപ്പെടുന്നു, ഓതർലെസ് ബുക്കുകൾ വരുന്നു,
ഓതേഴ്സ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഏറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുക, പുതിയ തലമുറയെ വായനയിലേക്ക് തിരിച്ചുവിടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് കേരള നിയമസഭയ്ക്കുള്ളത്. ഞങ്ങളിത് തുടങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം യൂത്തിനിടയിൽ ഡ്രഗ്സ് അബ്യൂസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് റീഡിംഗ് ഈസ് എൻ അഡിക്ഷൻ, വായനയാണ് ലഹരി എന്ന സെൻട്രൽ സ്ലോഗൻ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ പുസ്തകോത്സവം ആരംഭിച്ചത്. ഞങ്ങളുടെ പുസ്തകോത്സവത്തിന് നല്ല പിന്തുണ എല്ലാ ഭാഗത്തും ലഭിച്ചു എന്ന് മാത്രമല്ല, സർക്കാർ നല്ല പിന്തുണ നൽകി, ഗവൺമെൻറ്, മുഖ്യമന്ത്രി നല്ല പിന്തുണ നൽകി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ല പിന്തുണ നൽകി. എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ്റും പ്രതിപക്ഷവും നല്ലതുപോലെ ഞങ്ങൾക്കെല്ലാ പിന്തുണയും പിൻബലവും നൽകിയത് കൊണ്ട് തന്നെയാണ് ഈ പുസ്തകോത്സവം ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകോത്സവമായി മാറിയത്. ഇതിൻ്റെ 4th എഡിഷൻ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നു. 4th എഡിഷനിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ മാത്രമുള്ള തെയ്യത്തെ ഞങ്ങളുടെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ആസ്വാദകരമായ 7 ദിവസം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആസ്വാദകരമായ രീതിയിൽ ഒരു പുസ്തകോത്സവമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തവണ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രഥമ പുരസ്കാര ജേതാവ് പപ്പേട്ടൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. 4ാമത്തെ പുരസ്കാര ജേതാവ് NS മാധവനാണ്, അദ്ദേഹവും വേദിയിലുണ്ട്. ഞങ്ങൾ 2ാമത് നൽകിയത് MT വാസുദേവൻ നായർക്കായിരുന്നു, 3ാമത് നൽകിയത് M മുകുന്ദനായിരുന്നു, 4ാമത്തെ പുരസ്കാരം ശ്രീ NS മാധവനാണ് ഞങ്ങൾ നൽകിയത്. അതോടൊപ്പം ഈ പുസ്തകോത്സവത്തിൽ വെച്ച് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖാണ്. അതുപോലെ കോമൺവെൽത്ത് പാർലമെൻറ്റിൻ്റെ പ്രസിഡന്റ് കൂടി ഈ ചടങ്ങിൽ സംബന്ധിക്കും എന്നുള്ളതാണ് ഈ ചടങ്ങിനെ ശ്രദ്ധേയമാക്കുന്നത്. സുദീർഘമായൊരു പ്രസംഗത്തിൽ ഞാൻ മുതിരുന്നില്ല, കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാർക്കുമെല്ലാം ഒരുപാട് തിരക്കുകളുണ്ട് എന്ന പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും മുതിരാതെ KLIBFൻ്റെ 4th എഡിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. സർ, കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെയും സാദരം ക്ഷണിക്കുന്നു. Inviting all the dignitaries present on the stage for lighting the ceremonial lamp. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം നിറഞ്ഞ അഭിമാനത്തോടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്തതായും അറിയിക്കട്ടെ. ഒരു സവിശേഷ സാർവദേശീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ഈ പുസ്തകോത്സവം നടക്കുന്നത്. സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തും വിധത്തിലുള്ള സാമ്രാജ്യത്വ ഇടപെടലുകൾ ലോക ജനതയാകെ ഉത്കണ്ഠപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ രണ്ടുപേരെയും അവരുടെ രാജ്യത്ത് കടന്നു കയറി മറ്റൊരു രാജ്യത്തിൻ്റെ സായുധ സംഘം തട്ടിക്കൊണ്ടുപോകുന്നു. ആധുനിക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ധിക്കാരവും ധാർഷ്ട്യവുമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം ലോകത്തെയാകെ വെല്ലുവിളിക്കും വിധത്തിൽ പ്രകടിപ്പിച്ചത്. ഇത്
ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ലെന്നും ക്യൂബയിലും ഗ്രീൻലാൻഡിലുമെല്ലാം സമാനമായ അക്രമം നടത്താൻ തയ്യാറാവുകയാണെന്നും തികഞ്ഞ ധിക്കാരത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. തങ്ങളുടെ പരിധിക്ക് നിൽക്കാത്ത സ്വതന്ത്ര രാജ്യങ്ങളെ തകർക്കുന്ന സാമ്രാജ്യത്വ നടപടികൾക്ക് പുതിയൊരു മാനം കൈവരികയാണ്. ലോകം നേരിടുന്ന ഇത്തരം ഭീഷണികൾ പ്രബുദ്ധമായ വായനാലോകത്തിൻ്റെ സജീവമായ ചർച്ചയിലുണ്ടാകണമെന്നാണ് തുടക്കത്തിൽ തന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. ധാരാളം പ്രസാധകരും എഴുത്തുകാരും പങ്കെടുക്കുന്ന പരിപാടിയാണിത്. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബുക്കർ സമ്മാന ജേത്രിയായ ശ്രീമതി ബാനു മുഷ്താഖാണ്. ഇന്ത്യയുടെ ശബ്ദം, പ്രത്യേകിച്ച് ഇന്ത്യൻ സ്ത്രീകളുടെ ശബ്ദം എഴുത്തിലൂടെ ലോക സാഹിത്യവേദികളിലേക്ക് എത്തിച്ച ശ്രീമതി ബാനു മുഷ്താഖിനെ കേരള ജനതയുടെ ആകെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. We are really happy to have Banu Mushtaq, the distinguished writer and activist, as our chief guest today. Her acclaimed short story collection, Heart Lamp, translated into English by Deepa Bharti, won the International Booker Prize in 2025, marking a historic moment of pride for Indian literature. Through her powerful narratives, she has carried the voices of Indian women to the global stage, inspiring readers with resilience and compassion. Her presence here reminds us that literature is a bridge connecting cultures, generations, and human experiences. On behalf of all gathered, I extend my heartfelt respect and gratitude to Banu Mushtaq for gracing this occasion with her wisdom and light. ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ബഹുമാനായ സ്പീക്കർ, കോമൺവെൽത്ത് പാർലമെൻറ്റ് അസോസിയേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ക്രിസ്റ്റഫർ കെ ഖലീല സാംബിയയിൽ നിന്നും വന്ന കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തെയും നമുക്ക് ഹൃദയംഗമായി സ്വീകരിക്കാം, സ്വാഗതം ചെയ്യാം. മൗറീഷ്യസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് അമീന ഗുരീബ് ഹക്കീം, ശ്രീലങ്കൻ സാഹിത്യകാരൻ ചൂളാനന്ദ സമരനായകെ തസ്ലീമ നസ്രീൻ തുടങ്ങി ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായ നിരവധി എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത് സന്തോഷകരമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രശസ്തരായ എഴുത്തുകാരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ബഹുമാന്യനായ ടി പത്മനാഭൻ മുതൽ പുതുതലമുറ എഴുത്തുകാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ടി പത്മനാഭനുമായി പ്രശസ്ത പത്രപ്രവർത്തകൻ VS രാജേഷ് നടത്തിയ സംഭാഷണങ്ങൾ അടങ്ങിയ പുസ്തകം ഇവിടെ പ്രകാശിതമാവുന്നുണ്ട്. ഇതേ വേദിയിൽ പ്രകാശിതമാവുന്ന മറ്റ് 2 പുസ്തകങ്ങൾ ശ്രീ KT ജലീൽ രചിച്ച അമേരിക്ക ടു മക്ക, അതേപോലെ VS അച്യുതാനന്ദനെക്കുറിച്ച് KV സുധാകരൻ രചിച്ച VS
സമരം ചരിത്രം ഇതിഹാസം, ഈ 2 കൃതികളും ഇപ്പോൾ 3ഉം നിറഞ്ഞ സന്തോഷത്തോടെ പ്രകാശനം ചെയ്തതായി ഇതോടൊപ്പം അറിയിക്കട്ടെ. ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ NS മാധവനാണ് സമർപ്പിക്കുന്നത്. മലയാളത്തിൽ സർഗാത്മക കൊണ്ട് ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിരയിലാണ് NS മാധവൻ്റെ സ്ഥാനം. കോളിളക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് NS മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അദ്ദേഹത്തിൻ്റെ പല കഥകളും. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ അനേകം രചനകൾ ഓടിയെത്തുന്നുണ്ടാകാം. ഹിഗ്ഗിറ്റയും ചൂളമേട്ടിലെ ശവങ്ങളും വൻമരങ്ങൾ വീഴുമ്പോഴും എല്ലാം അങ്ങനെയുള്ള രചനകളാണ്. എന്നാൽ സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ നാം വിട്ടുകളഞ്ഞുകൂടാത്ത ചില ഓർമ്മകളുടെ പ്രതിഫലനമായ 2 കഥകളെക്കുറിച്ച് കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത് തിരുത്താണ്, രണ്ടാമത്തേത് മുംബൈ. ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്കേറ്റ മുറിവായിരുന്നല്ലോ ബാബറി മസ്ജിദ് തകർക്കൽ. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ എഴുതപ്പെട്ടതാണ് NS മാധവൻ്റെ തിരുത്ത് എന്ന കഥ. ഇന്ന് രാജ്യത്താകമാനം ന്യൂനപക്ഷങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഏതൊരു സാഹിത്യപ്രേമിക്കും തിരുത്ത് എന്ന കഥയും അതിലെ ചുല്യറ്റ് എന്ന പത്രാധിപരെയും ഓർമ്മ വരും. പൗരത്വം തെളിയിക്കാൻ ബുദ്ധിമുട്ടുന്ന അസീസ് എന്ന മനുഷ്യൻ്റെ കഥയാണ് മുംബൈയിലൂടെ അദ്ദേഹം നമ്മോട് പറഞ്ഞത്. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കപ്പെടുന്ന ഈ കാലത്ത് മുംബൈ എന്ന കഥ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഇത്തരം പ്രവചനാത്മകമായ രചനകൾ കൊണ്ട് ഇന്ത്യൻ അവസ്ഥകളെ വരച്ചു കാട്ടിയ അദ്ദേഹത്തിന് കേരള നിയമസഭയുടെ പേരിലുള്ള പുരസ്കാരം കൈമാറുമ്പോൾ അതൊരു പുരസ്കാര സമർപ്പണം മാത്രമല്ല, അദ്ദേഹം ഉയർത്തിക്കാട്ടിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിനോട് കേരള ജനത പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യം കൂടിയാണ്. പുസ്തക വായന മരിക്കുന്നു എന്ന് കേട്ടു തുടങ്ങിയിട്ട് കുറേയായി. എന്നാൽ പുസ്തകങ്ങളോ പുസ്തക വായനയോ മരിക്കുന്നില്ല എന്ന് ഇത്തരം പുസ്തകോത്സവങ്ങളിലൂടെ അവയിലെ ജനപ്രാതിനിധ്യത്തിലൂടെ നാം ലോകത്തോട് പറയുകയാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളും എടുത്തു നോക്കിയാൽ എല്ലായിടവും ഏതെങ്കിലും ഒരു സാഹിത്യോത്സവത്തിന് വേദിയാകുന്നുണ്ടാവും. അതുകൂടാതെയാണ് ചെറിയ ചെറിയ പ്രാദേശിക സാഹിത്യോത്സവങ്ങൾ. അവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ബൃഹത്തായ ജനസാന്നിധ്യം കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയ വായനയുടെ ബലം നമുക്ക് കാണിച്ചു തരുന്നു. ഇനി വെർച്വൽ ലോകമെടുത്താലോ, അവിടെയും വായന ആഘോഷിക്കപ്പെടുകയാണ്. അനേകായിരം ഇൻസ്റ്റഗ്രാം പേജുകളിലൂടെ വായിച്ച ഓരോ പുസ്തകത്തെയും കുറിച്ചുള്ള റീലുകളുണ്ടാകുന്നു. വർഷാവസാനമാകുമ്പോൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പുകൾ നടക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെവിടെ വായന മരിച്ചാലും ഈ കേരളത്തിൽ വായന മരിക്കില്ല എന്ന് നിസ്സംശയം പറയാം. എന്നാൽ വില കൊണ്ട് പുസ്തകങ്ങളും സംഘാടന ചെലവിൻ്റെ ആധിക്യം കൊണ്ട്
പുസ്തകോത്സവങ്ങളും സമൂഹത്തിൽ നിന്ന് അകന്നു പോകാതെ നോക്കേണ്ടതുണ്ട്. പുസ്തകോത്സവങ്ങൾ എന്നും നവീനതയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ ജീവിതത്തെ സമഗ്രമായി പുതുക്കിപ്പണിയുന്നത് നിത്യേന നാം ആർജിക്കുന്ന വിവിധങ്ങളായ അറിവുകളും അനുഭവങ്ങളുമാണ്. അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് വന്ന് ഭവിക്കുന്നതാണ്. അറിവുകൾ നാം ആർജിക്കുന്നതുമാണ്. ആർജിത അറിവുകളെ പുതിയ കാലത്തിനനുസൃതമായി നവീകരിച്ച് സ്വാംശീകരിക്കുന്നതിലാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. അറിവുകളെ സ്വാംശീകരിക്കുക എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി അവയെ വിളക്കിച്ചേർക്കുക എന്നതാണ്. ജീവിതത്തിനുതകാത്ത അറിവുകൾ കാലം കടക്കെ സ്വയം റദ്ദായി പോകും. വായനയിലൂടെ പരിപക്വമാവുന്ന മനസ്സിന് മാത്രമേ വിവേചന ശക്തിയുണ്ടാവൂ. അത്തരം മനസ്സുകൾ വില കുറഞ്ഞ വികാരങ്ങളുടെ തടവിലാവില്ല. അഥവാ ഏതെങ്കിലും മനസ്സ് ആ വിഷമവൃത്തത്തിൽ പെട്ടാൽ തന്നെയും അത്തരം മനസ്സുകൾ അവിടെ എന്നേക്കുമായി കുടുങ്ങിപ്പോവുകയുമില്ല. കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ വായനയിലൂടെ മനസ്സാർജിച്ച ബോധം സ്വയം അറിയാതെ തന്നെ ഉണരും. തള്ളേണ്ടതിനെ തള്ളാൻ അപ്പോൾ കഴിയും. അതുകൊണ്ടാണ് 100 ആവർത്തിച്ചാലും ഒരു നുണ സത്യമാവാത്തത്. വിശക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കൂ എന്ന ബൃഹത്തിൻ്റെ പ്രശസ്തമായ ഉദ്ധരണിയുണ്ടല്ലോ. അതിലെ സൂചന ഭൗതികമായ വിശപ്പ് മാത്രമല്ല, ഭൗതികവുമായ വിശപ്പ് കൂടിയാണ്. ചിന്താപരമായ ഉണർവ് നൽകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളിൽ ഉണർന്നു നിൽക്കുമെന്നും ആ ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ വിശപ്പടക്കമുള്ള ഭൗതിക വൈവിധ്യങ്ങളെ നേരിട്ട് അവയില്ലാത്തൊരു വ്യവസ്ഥിതി സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്നുമുള്ള ധ്വനി അതിലുണ്ട്. ആ വ്യാഖ്യാനം അക്ഷരാർത്ഥത്തിൽ ശരിയായി ഭവിച്ച ഘട്ടം കൂടിയാണിത്. അതിദാരിദ്ര്യത്തിൽ നിന്നും നമ്മുടെ നാട് മുക്തി കൈവരിച്ചു. അതിനു പിന്നിൽ മലയാളി വായനയിലൂടെ ആർജിച്ച അപരസ്നേഹം ഒരു ഘടകമായിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഈ ജീവിത നിരീക്ഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുസ്തകോത്സവങ്ങളുടെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. ഒരു പുസ്തകത്തെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ ജീവിതത്തിലുടനീളം കൂട്ടായി വരുന്ന നല്ലൊരു സുഹൃത്തിനെ നാം കണ്ടെത്തുകയാണ്. ഒരു കൃതി വായിക്കുമ്പോൾ ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ജീവിതത്തെ നമ്മൾ അറിയുകയാണ്. ആ അറിവാകട്ടെ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുത് എന്നുമുള്ള വെളിച്ചമാണ് മനസ്സിൽ നിറക്കുക. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കാൻ പുസ്തകങ്ങൾ പ്രയോജനപ്പെടുമെന്ന നില വരുന്നത്. നമ്മുടെ സമൂഹത്തെ ജീവിതയോഗ്യമല്ലാതെയാക്കുന്ന വിധത്തിൽ മനുഷ്യനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിക്കുന്നതും ജാതിസ്പർദ്ധയും മതസ്പർദ്ധയും വളർത്തുന്നതുമായ കുൽസിത നീക്കങ്ങളും ഉണ്ടാവുന്നു. ഒരു സമൂഹമെന്ന നിലക്ക് സ്നേഹത്തോടെയും സമാധാനത്തോടെയുമുള്ള നമ്മുടെ മുന്നോട്ടു പോക്കിനെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമങ്ങളുണ്ടാവുന്നു. ഇതിനൊക്കെ എതിരെ ജാഗ്രത പുലർത്താനും നമ്മുടെ ഒരുമയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ള നീക്കങ്ങളെ ചെറുക്കാനും എഴുത്തുകാരും വായനക്കാരും ഉൾപ്പെടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും മുന്നിട്ടിറങ്ങണം. അതിനും കൂടി ഉതകണം ഇത്തരം പുസ്തകോത്സവങ്ങൾ. കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ
ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. യുനെസ്കോയ്ക്ക് ഓരോ വർഷവും ഓരോ നഗരത്തെ ലോക പുസ്തക തലസ്ഥാനമായി അംഗീകരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ഡൽഹി ഈ വിധത്തിൽ ഒരിക്കൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നഗരത്തിന് യുണൈറ്റഡ് നേഷൻസിൻ്റെ പുസ്തക തലസ്ഥാനം, വേൾഡ് ബുക്ക് ക്യാപിറ്റൽ എന്ന പദവിക്ക് അർഹതയുണ്ടെങ്കിൽ ആദ്യം തന്നെ പരിഗണനയ്ക്ക് വരേണ്ടത് നമ്മുടെ ഈ കേരളത്തിൻ്റെ നഗരങ്ങളാണ്. ഈ വിധത്തിലുള്ള ഒരു പരിഗണന നമുക്ക് ലഭിക്കുന്നതിനായി ശ്രമിക്കണം എന്തായിരുന്നു കഴിഞ്ഞ പുസ്തകോത്സവത്തിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം. അത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ഗൗരവത്തിലെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നീക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നത് സന്തോഷകരമാണ്. നാം ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ സംഭവിക്കും എന്ന പ്രത്യാശ ഇവിടെ പങ്കുവെക്കട്ടെ. വായനയുടെയും എഴുത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായ ഒരു പൈതൃകം കേരള നിയമസഭയ്ക്കുണ്ട്. ഐക്യ കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS തന്നെയും നല്ലൊരു എഴുത്തുകാരനായിരുന്നല്ലോ. EMS, ജോസഫ് മുണ്ടശ്ശേരി, തോപ്പിൽ ബാസി, EK നായനാർ, C അച്യുതമേനോൻ, CH മുഹമ്മദ് കോയ, NE ബൽറാം, MB വീരേന്ദ്രകുമാർ, P ഗോവിന്ദപിള്ള, MK സാനു, കടമ്മനിട്ട രാമകൃഷ്ണൻ, അങ്ങനെ എത്രയോ പേർ. സാഹിത്യവും രാഷ്ട്രീയവും ഇവിടെ പരസ്പരം വെള്ളം കടക്കാത്ത അറകളല്ല എന്നർത്ഥം. വർത്തമാനകാലത്തിൽ എഴുത്തുകാർ പക്ഷം ചേരാതെ നിൽക്കണമെന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ട്. അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ കൺമുന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഡോക്ടർ നരേന്ദ്ര ദാബോൽക്കറും ഗോവിന്ദ് പൻസാരെയും ഡോക്ടർ കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ ഒരേ രീതിയിൽ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നു. എന്താണ് ഇവരൊക്കെ ചെയ്ത കുറ്റം? പേനയല്ലാതെ ആയുധമെടുത്തവരല്ല ഇവരൊന്നും. മതനിരപേക്ഷമായ മനുഷ്യ ഐക്യത്തിനു വേണ്ടി എഴുതിയവർ, പ്രസംഗിച്ചവർ, അതിൽ അസഹിഷ്ണുതയുള്ളവരാണ് ഈ എഴുത്തുകാരുടെ ജീവനെടുത്തത്. വംശീയതയുടെ പേരിൽ കുട്ടികളെ കൊല്ലുന്നു, എഴുത്തുകാരെ കൊല്ലുന്നു, എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തി പേന താഴെ വെപ്പിക്കുന്നു, പുസ്തകങ്ങൾ പോലും നിരോധിക്കപ്പെടുന്നു. അസഹിഷ്ണുത ഇത്ര ഭീകരമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, എഴുത്തിനുള്ള സ്വാതന്ത്ര്യത്തെ ഞെരിച്ചമർത്തിയ മറ്റൊരു ഘട്ടമില്ല. ഇത്തരമൊരു അവസ്ഥയുണ്ടാവുമ്പോഴും നിഷ്പക്ഷരാണ് തങ്ങൾ എന്ന് പറഞ്ഞാലോ? അതുകൊണ്ടാണ് എഴുത്തുകാരാ നിങ്ങൾ ഏത് ചേരിയിൽ എന്ന മാക്സിം ഗോർക്കിയുടെ പഴയ ചോദ്യത്തിന് ഇന്നും പ്രസക്തിയുണ്ട് എന്ന് വരുന്നത്. തൻ്റെ കവിത എന്തുകൊണ്ട് പൂക്കളെയും മനോഹരമായ പർവ്വതങ്ങളെയും കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചവരോട് പാബ്ലോ നെരൂദ പറഞ്ഞൊരു മറുപടിയുണ്ട്. വരൂ, ഈ തെരുവുകളിലെ രക്തം കാണും എന്നാണ് അദ്ദേഹം എഴുതിയത്. സമൂഹത്തിന് വേണ്ടി എഴുതിയാൽ, സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൃതികൾ എഴുതിയാൽ, എഴുതുന്നതിൽ രാഷ്ട്രീയമുണ്ടായിപ്പോയാൽ സാഹിത്യഭംഗിക്ക് എന്തെങ്കിലും കോട്ടമുണ്ടായിപ്പോകുമോ എന്ന് ശങ്കിക്കുന്നവർക്കുള്ള മറുപടിയാണ് പാബ്ലോ നെരൂദയുടെ ജീവിതവും കവിതകളും. അങ്ങനെ മണ്ണിനെ, മനുഷ്യനെ അറിഞ്ഞെഴുതിയതുകൊണ്ട് കാലാതിവർത്തിയായി നിൽക്കുന്ന എഴുത്തുകാർ മലയാളത്തിലുമുണ്ടല്ലോ. ഒരു നൂറ്റാണ്ടിലധികം കാലം മുൻപ് നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കാൻ കുമാരനാശാൻ തയ്യാറായിരുന്നില്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി പോലുള്ള ഒരു കൃതി മലയാളത്തിലുണ്ടാകുമായിരുന്നു. സ്വന്തം ചുറ്റുപാടുകളെ അവഗണിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ
തകഴിയിൽ നിന്ന് രണ്ടിടങ്ങഴി പോലെയുള്ള ഒരു കൃതി ഉണ്ടാകുമായിരുന്നു. അവയെല്ലാം സമൂഹത്തിന് നേർക്ക് പിടിച്ച കണ്ണാടികളായി എന്ന് മാത്രമല്ല, ആശയം കൊണ്ടും സാഹിത്യഭംഗി കൊണ്ടും കാലാതിവർത്തിയാവുകയും ചെയ്തു. അതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാനാകും, സാഹിത്യം സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട ഒന്നല്ല. എഴുത്തുകാരന് അഭിപ്രായമോ രാഷ്ട്രീയ ചായ്വോ ഉണ്ടായിപ്പോയാൽ അയാൾക്ക് ഹൃദയച്ചുരുക്കം വന്നു പോകില്ല എന്ന്. വിശാലമായ ലോകത്തിലേക്കും ഇതപര്യന്തമുള്ള കാലത്തിലേക്കും ഒരു കിളിവാതിൽ തുറന്നു വെക്കുകയാണ് പുസ്തകോത്സവങ്ങൾ. അവ നമ്മുടെ ബോധത്തെ നവീകരിക്കണം. ആ ധർമ്മം നിറവേറ്റാൻ ഈ പുസ്തകോത്സവത്തിനും ഇവിടെ നടക്കുന്ന ചർച്ചകൾക്കും കഴിയട്ടെ. ഒരു വലിയ വായനാ സമൂഹത്തെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുകയും ഇത്തവണത്തെ നിയമസഭാ പുരസ്കാരം ശ്രീ NS മാധവന് സമർപ്പിക്കുകയും ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആധുനിക മലയാള സാഹിത്യത്തിന് നിസ്തുല സംഭാവന നൽകിയ പ്രിയ എഴുത്തുകാരൻ ശ്രീ NS മാധവൻ അവർകളാണ്. 1,00,000 രൂപയും മെമന്റോയും അടങ്ങുന്നതാണ് നിയമസഭാ പുരസ്കാരം. പുരസ്കാരം സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ NS മാധവൻ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി പുസ്തക പ്രകാശനമാണ്. മലയാള ചെറുകഥയുടെ കുലപതിയും കേരളീയ സാംസ്കാരിക ഭൂമികയുടെ കരുതലുമായ ശ്രീ T. പത്മനാഭൻ അവർകളെക്കുറിച്ച് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശ്രീ VS രാജേഷ് രചിച്ച് ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പവിത്രം പത്മനാഭം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ശ്രീ VS രാജേഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെയും ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ KV സുധാകരൻ രചിച്ച് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച VS സമരം ചരിത്രം ഇതിഹാസം എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ശ്രീ KV സുധാകരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ഡോക്ടർ KT ജലീൽ MLA രചിച്ച് ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച അമേരിക്ക ടു മെക്ക എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ഡോക്ടർ KT ജലീൽ MLA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർകളെയും സാദരം ക്ഷണിക്കുന്നു. നന്ദി സർ. നിയമസഭാ പുരസ്കാര ജേതാവ് ശ്രീ NS മാധവൻ അവർകളുടെ സാഹിത്യ ജീവിതത്തെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ഒരു ഹ്രസ്വ ചിത്രം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. NS മാധവൻ ആധുനിക മലയാള സാഹിത്യത്തിന് പുത്തനുണർവ് സമ്മാനിച്ച എഴുത്തുകാരൻ.
ചൂളയമേടിലെ ശവങ്ങൾ, കിച്ചന ഒരു റോഡ് കഥ, നാലാം ലോകം, ഫിഗുറ്റ തുടങ്ങിയ അദ്ദേഹത്തിന്റെ നിരവധിയായ കഥകളിൽ പല പല കാലങ്ങളും കഥകളും ചരിത്ര സന്ദർഭങ്ങളും കെട്ടുപിണഞ്ഞു കിടക്കുന്നത് നമ്മൾ കണ്ടു. തിരക്കഥ പോലെ സംഭാഷണങ്ങളും ക്യാമറ ആംഗിളുകളും വെളിച്ചവിധാനവും നിറഞ്ഞ കഥാഖ്യാനം മലയാളിക്ക് പുത്തൻ അനുഭവമായി. ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ സ്വത്വത്തിന്റെ ഭാഗമായ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ കിളിർത്ത മുടി മുറിക്കേണ്ടി വന്ന വൻമരങ്ങൾ വീഴുമ്പോളിലെ ജോഗിയെയും ചരിത്ര സന്ധികളിലൊക്കെ പനിപിടിക്കുന്ന KK ചുല്യാറ്റിനെയും താൻ കുടിയേറ്റക്കാരനല്ലെന്ന് തെളിയിക്കുവാൻ നിർബന്ധിതനാകുന്ന മുംബൈയിലെ അബ്ദുൾ അസീസിനെയും പോലെയുള്ള കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ നിവർത്തിവെച്ച ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥരായി. പെനാൽറ്റി കിക്ക് നേരിടുന്ന ഗോളിയുടെ ഏകാന്തത കൂസലില്ലാതെ ഏറ്റെടുത്ത ഫിഗുറ്റയിലെ ഗീവർഗീസ് അച്ഛൻ നമ്മളിൽ അവശേഷിക്കുന്ന പ്രതീക്ഷയായിരുന്നു. NS മാധവന്റെ കഥകൾ നമ്മെ സുഖസുഷുപ്തിയിലാക്കുകയില്ല, ചുറ്റുമുള്ള സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉണർത്തി ലണ്ടൻ ബത്തേരിയയിലെ ലുത്തിനിയകളിലെ ജസീക്കയെ പോലെ അശാന്തി പെരുകുന്ന മനസ്സോടെ നമുക്ക് വേണ്ട ക്രിയാപദം തേടാൻ പ്രേരിപ്പിക്കും. നേരെ വരുന്നതെന്തിനേയും മുഖാമുഖം നേരിടുന്ന ഫിഗുറ്റയാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നിലപാടുകൾക്ക് കഥയുടെ മേലങ്കി ചാർത്തുന്ന പ്രിയ എഴുത്തുകാരൻ NS മാധവന് നിയമസഭയുടെ ആദരം. നിയമസഭാ അവാർഡ് ജേതാവ് ശ്രീ NS മാധവൻ അവറുകളെ മറുമൊഴിക്കായി സാദരം ക്ഷണിക്കുന്നു. ഈ സഭയുടെ അധ്യക്ഷൻ, ആദരണീയനായ സ്പീക്കർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, സഭയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾ, നിയമസഭകളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൻ്റെ തുടക്കം ഇംഗ്ലണ്ടിലാണെന്ന് കാണാം. നികുതി പിരിക്കുവാനുള്ള അവകാശം രാജാവിൽ നിന്ന് തട്ടിയെടുക്കുന്നതിനാണ് നിയമസഭകൾ നിലവിൽ വന്നത്. രാജാവിൻ്റെ അധികാരം ജനങ്ങൾക്ക് എത്തിക്കാനാണ് ആധുനിക പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അടിത്തറ. ആ നികുതി എങ്ങനെ ചെലവഴിക്കും എന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ സങ്കുചിതമായ ഒരു ലക്ഷ്യത്തിൽ തുടങ്ങിയ നിയമനിർമ്മാണ സഭകൾ ഭാവിയിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും സമൂഹം, സംസ്കാരം, ഭാഷ, കായിക രംഗം, ക്ഷേമ പദ്ധതികൾ ആയി വ്യാപിച്ചു. സാഹിത്യവുമായിട്ട് കേരളത്തിലെ നിയമനിർമ്മാണ സഭകൾക്കുള്ള ബന്ധം അത് തുടങ്ങിയ കാലം മുതൽക്കുള്ളതാണ്. 1913 ഇന്ത്യയിൽ ആദ്യമായി ഒരു നാട്ടുരാജ്യം ജനപ്രതിനിധി സഭ തിരുവിതാംകൂറിൽ ആരംഭിച്ചു. ശ്രീമൂലം അസംബ്ലിയിൽ ആദ്യം മുതൽക്ക് തന്നെ മഹാകവി കുമാരനാശാൻ ഉണ്ടായിരുന്നു. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ 1948 അത് ആരംഭിച്ചപ്പോൾ ജോസഫ് മുണ്ടശ്ശേരി മാഷും ഉണ്ടായിരുന്നു, സഹോദരൻ അയ്യപ്പനും ഉണ്ടായിരുന്നു. കേരളപ്പിറവിക്ക് മുമ്പ് തന്നെ ഒരു മഹാകവിയും ഒരു പ്രഗത്ഭ നിരൂപകനും കേരളത്തിലെ നിയമസഭകളിൽ സാമാജികരായിരുന്നു. കേരള പിറവിക്ക് ശേഷം എത്ര എഴുത്തുകാർ നമ്മുടെ അസംബ്ലികളിലുണ്ടായിരുന്നു. മുണ്ടശ്ശേരി മാഷ് കേരള നിയമസഭയിലേക്ക് 1957 തിരഞ്ഞെടുക്കപ്പെട്ടു. തോപ്പിൽ ബാസി, കാമ്പിശ്ശേരി കരുണാകരൻ, MK സാനു തൊട്ട് കടമ്മിനിട്ട രാമകൃഷ്ണൻ വരെ ഒരു നിര പ്രഗത്ഭരായ എഴുത്തുകൾ നമ്മുടെ നിയമസഭയ്ക്ക് അലങ്കാരമായിരുന്നു. ഈ നിയമസഭകൾ മലയാള ഭാഷ
ഉപയോഗിക്കുക മാത്രമല്ല മലയാള ഭാഷയെ രൂപപ്പെടുത്തുകയും ചെയ്തു. ശ്രീമൂലം അസംബ്ലിക്ക് മുമ്പ് 1888 മുൻപ് മലയാള ഭാഷ മിക്കവാറും പ്രചാരണത്തിലുണ്ടായിരുന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലം വരെ പദ്യരൂപത്തിലാണ്. അല്ലെങ്കിൽ കത്തുകുത്തുകൾ. ഏറ്റവും വലിയ ഗദ്യം കണ്ടിരുന്നത് കോടതി റെക്കോർഡുകളിലാണ്. തർക്കിക്കാവുന്നതും വിശദീകരിക്കാവുന്നതും പ്രതിഷേധിക്കാവുന്നതും സ്വാധീനിക്കാൻ കെൽപ്പുള്ളതുമായ ഒരു മലയാളത്തിൻ്റെ ആവശ്യം കേരളം അനുഭവപ്പെട്ടത് നിയമസഭകൾ നിലവിൽ വന്നപ്പോഴാണ്. നിയമനിർമ്മാണം സൂക്ഷ്മമായ പ്രക്രിയയാണ്. അതിന് ഭാഷ കൃത്യവും വളരെ സൂക്ഷ്മവുമായിരിക്കണം. അത്തരത്തിലുള്ള ഒരു മലയാള ഗദ്യത്തിലേക്ക് നമ്മുടെ ഭാഷയെ നയിക്കുന്നതിൽ നിയമസഭകളുടെ പങ്ക് വലുതാണ്. നിയമത്തിൻ്റെ ഭാഷ രൂപീകരിക്കുന്നതിലൂടെ മലയാള ഗദ്യം വികസിച്ചു. മലയാള ഗദ്യത്തിൻ്റെ രൂപാന്തരത്തിൽ ഇന്നത്തെ പെട്ടെന്ന് സംവേദ്യവും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുമായി മാറുന്നതിന് നിയമനിർമ്മാണ സഭകളുടെ സംഭാവന വളരെ വലുതാണ്. മറ്റൊരു കാര്യം ട്രാൻസ്ലേഷൻ്റെയാണ്, തർജ്ജമയുടെ. നമ്മുടെ നിയമനിർമ്മാണ സഭകൾ ഇന്ത്യയിൽ എവിടെയായാലും തർജ്ജമ മെഷീനുകളാണ്. ഇംഗ്ലീഷ്, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ ദുഷ്കരമായ പദങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിവർത്തനം ചെയ്യുക എന്നത് ഭാഷയ്ക്ക് നൽകിയ മൂർച്ചയും സംവദനക്ഷമതയും വളരെ അധികമാണ്. ഇതിന് നിർമ്മാണ സഭകളിലെ ചർച്ചകളും പ്രഭാഷണങ്ങളും വളരെയധികം ഉപകരിച്ചു. മലയാള പഠനത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ച സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റികൾ, അതിനുശേഷം വന്നിട്ടുള്ള ലിപി പരിഷ്കാര നിയമങ്ങൾ, ഭാഷാ നയങ്ങൾ തുടങ്ങി മലയാള ഭാഷയുടെ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്ന് അതിനെ വളർത്താനും പരിപോഷിക്കാനും ഏറ്റവും വലിയ പങ്കുവഹിച്ചൊരു സ്ഥാപനമാണ് കേരള അസംബ്ലി. ആ സ്ഥാപനം സാഹിത്യോത്സവം നടത്തുമ്പോഴും വലിയ അന്താരാഷ്ട്രീയ പുസ്തകോത്സവം നടത്തുമ്പോഴും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തെ നിയമനിർമ്മാണ സഭയ്ക്കും ഇല്ലാത്ത പ്രതിബദ്ധതയാണ് അവർ മാതൃഭാഷയോട് കാണിക്കുന്നതിന്. അതിൻ്റെ ഭാഗമായി നൽകുന്ന ഈ പുരസ്കാരത്തിന് കേരള നിയമസഭയോടും ബഹുമാനപ്പെട്ട സ്പീക്കറിനോടും എല്ലാ നിയമസഭാ സാമാജികരോടും അകൈതമായ നന്ദി നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നിയമസഭയുടെ ഈ 4ാമത് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുന്നു. നിരവധി പുസ്തക പ്രസാധകരും എഴുത്തുകാരും പ്രഗത്ഭ വ്യക്തികളും എല്ലാം പങ്കെടുക്കുന്ന വലിയൊരു ഉത്സവമാണ് നമ്മുടെ പുസ്തകോത്സവം. തീർച്ചയായും അത് ഭംഗിയായി സംഘടിപ്പിക്കുന്നതിന് ഞാൻ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിനെയും ബഹുമാനപ്പെട്ട സ്പീക്കറെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ദീർഘമായി ഞാൻ പറയുന്നില്ല. ഇതൊരു വല്ലാത്ത കാലമാണ്. ഒരുപാട് സങ്കീർണതകളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നൊരു കാലമാണ്. ആ കാലത്ത് വായന ഒരാശ്വാസമാണ്, ഒരു സാന്ത്വനമാണ്. നമുക്ക് ഈ സങ്കടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ ഒന്നും മോചിപ്പിക്കാൻ നല്ല ഒരു എഴുത്തുകാരൻ്റെ കഥാപാത്രങ്ങൾക്കും അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന മുഹൂർത്തങ്ങൾക്കും നമുക്ക് കഴിയും. ഞാൻ എപ്പോഴും പറയും, എഴുത്തുകാരൻ അവൻ്റെ രചന പൂർത്തിയാക്കിയാൽ
പിന്നെ അതിലുള്ള അവകാശം വായനക്കാരനായ ഞങ്ങൾക്കാണ്. വായനക്കാരുടെ ഭാവനയിൽ എഴുത്തുകാരൻ പോലും സങ്കല്പിക്കാത്ത ഭാവനകളിലൂടെ വായനക്കാർ കടന്നുപോകും. വായനയുടെ ഒരു പ്രത്യേക ലോകം ഉണ്ടാക്കുന്ന അനുഭൂതിയും സന്തോഷവും ആശ്വാസവും ആശങ്കകളും ഉത്കണ്ഠകളും എല്ലാം വലുതാണ്. നമുക്കറിയാം, ഇന്ന് ലോകം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കെട്ടകാലത്തിലൂടെയാണ്. വായനയിലൂടെയാണ് ആ കെട്ടകാലത്തിനോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രതിരോധം നമ്മൾ സംഘടിപ്പിച്ചെടുക്കേണ്ടത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്ത് മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികളായിരുന്നു. അവർ എഴുത്തുകാരെ പീഡിപ്പിച്ചു കൊന്നു, ചിലരെ നാടുകടത്തി, ചിലരെ ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നു, ചിലരെ ഗുലാഗുകളിലിട്ട് കൊന്നു. 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ അതിൻ്റെ മറ്റൊരു വശം ആവർത്തിക്കപ്പെടുകയാണ് ലോകത്തെല്ലായിടത്തും. ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വം വെനസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നു. അവ എല്ലായിടത്തും പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും ലോകമെമ്പാടും ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ പേടി മുഴുവൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വേറൊരു രൂപത്തിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആ ഭയത്തിൽ നിന്നാണ് ആ ചെറുത്തുനിൽപ്പ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത്. മാത്രമല്ല, ആധുനികമായ സങ്കേതങ്ങളെല്ലാം, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, AI ടൂൾസ് മുഴുവൻ ഈ ഭരണാധികാരികൾ മിസ്യൂസ് ചെയ്യുകയാണ്, ഉപയോഗിക്കുകയാണ്. ഞാനൊരു പുസ്തകം വായിച്ചു, സൂസി അലഗ്രയുടെ, എന്നെ അത്ഭുതപ്പെടുത്തി. ഫ്രീഡം ടു തിങ്ക് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നമ്മൾ കേട്ടിട്ടുള്ളത് ഫ്രീഡം ടു എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ എന്നാണ്. നിങ്ങളുടെ അഭിപ്രായ പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിരുന്നത്. ഇപ്പം ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് വേറെ ആരൊക്കെയാണ്, എവിടെ നിന്നെല്ലാമാണ്. നമ്മൾ എവിടെ പോകണം, ഏത് കാറിൽ പോകണം, ഏത് ഹോട്ടലിൽ താമസിക്കണം, ഏത് റിസോർട്ടിൽ പോകണം, എങ്ങനെ പോകണം എന്നെല്ലാം ചിന്തിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്തു വാങ്ങിക്കണം എന്നുവരെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് വേറെ ആളുകളാണ്. നമ്മുടെ ചിന്തകളെ മുഴുവൻ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്ക് കിട്ടാത്ത തരത്തിൽ പല ശക്തികളും നമ്മൾ അറിയാതെ നമ്മളെ സ്വാധീനിക്കുകയാണ്. പഴയ കാലമല്ല, ഇതൊരു വല്ലാത്ത കാലം തന്നെയാണ്. അവർ ചിന്തിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടേണ്ട സ്ഥിതിയാണ്. ഭരണാധികാരികൾ സൃഷ്ടിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പണം, അവർ അത്രയും ആളുകളുമായി സന്ധി ചെയ്തുകൊണ്ട്, അവർ പണമുണ്ടാക്കിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ശാസ്ത്ര സാങ്കേതിക യുഗത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. നമ്മുടെ മരിയ റാസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ എഴുത്തുകാരി ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്നൊരു മനോഹരമായ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏകാധിപതിയായ ഒരു ഭരണാധികാരിയെ എങ്ങനെ നേരിടണം എന്ന് എഴുതിയ, സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടിയ മാധ്യമപ്രവർത്തകയാണ്. ഫിലിപ്പൈൻസിൽ, അമേരിക്കയിൽ എല്ലാം നടക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപതികളായ ഭരണാധികാരികൾ ജനാധിപത്യത്തെ തകർക്കാൻ, ജനാധിപത്യത്തിന് ഒരു മനോഹാരിതയുണ്ട്, അതിനൊരു സങ്കല്പമുണ്ട്, അതിനെയെല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് റിസർച്ച് ഓറിയൻറ്റഡായി എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിച്ച് ഏത് ക്രിമിനലിനെയും നമുക്ക് വൈറ്റ് വാഷ് ചെയ്തെടുക്കാം. ഏത് നല്ല മനുഷ്യൻ്റെയും മീതെ ചെളിവാരി എറിഞ്ഞ് അയാളെ നശിപ്പിക്കാം. ആരെയും കുഴിച്ചു മൂടാം. എന്തും ചെയ്യാൻ കഴിയുന്ന സാധാരണ മനുഷ്യരെ മുഴുവൻ അവരാഗ്രഹിക്കുന്ന തരത്തിൽ ചിന്തിപ്പിക്കാൻ വരെ പ്രേരിപ്പിക്കുന്ന, ഇപ്പോൾ പണ്ട് വെറും ഓട്ടോക്രസിയാണ്, ഇപ്പോൾ ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ചോദിച്ചാൽ പറയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാണ്. തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ ഇല്ലാതാക്കിയാണ്. അപ്പോൾ വായനയിലൂടെയാണ്, എഴുത്തുകാരാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്. അവർ ഉണ്ടാക്കുന്ന അവരുടെ സൃഷ്ടികളാണ് സാധാരണക്കാരായ മനുഷ്യരെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത്, ഈ അപകടത്തെ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ജീവൻ പണയം വെച്ച്
ഈ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജനാധിപത്യത്തിനുമൊക്കെ പോരാടിയ വീരമൃത്യു വരിച്ച എഴുത്തുകാരുണ്ട്. അവരുടെ ഒരു തലമുറ ഇനിയും നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഉണ്ടാകട്ടെ. അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുകാരനായി, നമ്മുടെ കൂടെ, നമ്മുടെ സഹായിയായി എപ്പോഴും ഉണ്ടാകണം. എഴുത്തുകാരൻ്റെ ചുമതല വായനക്കാരെ ആ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും പ്രവൃത്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ദൗത്യമാണ്. തീർച്ചയായും ഈ പുസ്തകോത്സവങ്ങൾ ആ സംഭാവന നന്നായി നിർവഹിക്കുന്നുണ്ട് എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നന്ദി സർ. Cordially invite our chief guest, Srimati Banu Mushtaq, International Booker Prize winner 2025, to address the gathering. The People's Chief Minister, Mr. Pinarayi Vijayan, Honorable Speaker, Shri A.N. Shamsher, and Honorable Deputy Speaker, Chittayam Gopakumar, Member of the Kerala Legislative Assembly, and Mr. Christopher K. Kalila, Chairperson of the Commonwealth Parliamentary Association, distinguished writers, publishers, dear readers, friends, ladies and gentlemen, and at most important, the iconic Indian writer Shri M.S. Madhavan. It's a great honor to be here today at the Kerala Legislature International Book Festival, a rare and meaningful gathering where books are celebrated in the very hand of democracy. Normally, it is the democracy, or whatever we say, the parliament democracy, the power which snubs the intellectuals. It has come in the history, we have read these things, but here it's a different thing. I thank the Kerala Niyam Sabha for inviting me as chief guest on this important occasion. The Kerala Legislature International Book Festival is more than a cultural event. It is a powerful statement. When a legislature hosts a book festival, it reminds us that ideas shape laws and that reading strengthens democracy. This is the 4th edition of the International Book Festival, and with each year it has grown in vision and purpose. It has become a space where writers and lawmakers meet, read, and ideas connect, and young people learn the value of thoughtful reading. In a time of noise and speed, this festive protects silence, reflective, and dialogue. It reflects Kerala's long traditions of literacy, debate, and social awareness. Books teach us something very important. They teach us to listen carefully and think deeply. They help us understand lives different from our own. They protect memory and truth in different and difficult times. A society that reads is a society that can question power, show empathy, and imagine a better future. That's why book festivals like this matter deeply. The Niyam Sabha Award, today we gather to confirm the Niyam Sabha Award, a special honor because it comes from the People's Assembly. When a legislature honor as a writer, it recognizes that literature is part of public life. It affirms freedom of expression, moral courage, and intellectual honesty. This award celebrates writing that strengthens democratic values and social understanding.
It's most fitting that this year's Niyam Sabha Award is given to Shri N.S. Madhavan, one of the most respected voices in Malayalam literature. He is a writer who does not raise his voice yet speaks with a great depth. His stories are quiet, but they stay with us for a long time. His writing is marked by clarity, balance, and ethical seriousness. He explores themes of identity, faith, memory, and modern life with sensitivity and intelligence. As a former civil servant, he understands institutions and power. As a writer, he brings compassion and humanity to those structures. His work reflects the plural, thoughtful spirit of Kerala, a society shaped by many histories and cultures. Through translation, his writing has reached readers beyond Malayalam, proving that good literature crosses all boundaries. Shri N.S. Madhavan deserves this award because his writing deepens democratic thinking, encourages moral reflection, and respects the dignity of ordinary lives. By honoring him, the Kerala legislature honors thoughtful writing itself. Kerala's relationship with books is special. Here, reading is not an elite habit, it is a shared culture. Libraries, discussions, and public debate are part of everyday life. This festival continues that traditions and inspires young readers and writers to value integrity, depth, and truth. A society that honors its writers believes in its future. A legislature that celebrates books respect wisdom. The Kerala Legislature International Book Festival shows us that democracy is not only about laws but also about ideas, imagination, and empathy. I congratulate Shri N.S. Madhavan on this well-deserved honor. I congratulate the Kerala Niyam Sabha for this visionary initiative, and I congratulate every reader here because readers are the silent strength of democracy. May this festival continue to grow. May books continue to guide us, and may words continue to unite us. Thank you very much for inviting me and hearing me patiently. Thank you. Thank you, ma'am. We cordially invite Dr. Christopher K. Kalila, Member of Parliament from Zambia and Chairperson of the Commonwealth Parliamentary Association, to deliver the keynote address. Thank you. Thank you very much. Let me begin first of all by expressing my deepest gratitude and thank you to the Speaker of the Kerala Legislative Assembly for having extended an invitation to me and my wife to travel all the way from Zambia, which is in Central Africa, to come in Southern Africa, to come and attend this very important book fair. Having said that, I want to recognize all the luminaries that are present in the room, starting with the Chief Minister, the Speaker, Deputy Speaker, and all the other very important guests, including the past winners and today's winner of this very
important event. I must say also that thank you very much for the warm hospitality of the people here in Kerala, which has a special place in my heart because, as many of you, particularly those that are older than me, will recall that most of our teachers in Africa in the 1970s came from Kerala. I was taught, I recall, mathematics and science by Mrs. Thomas and Mr. Abrahams. I remember these names very clearly. They came from here. That is how special India is to many of us who come from Africa. So, friends, I'm here representing the Commonwealth Parliamentary Association, which is a legislative arm of the Commonwealth representing more than 17,000 parliamentarians across 9 regions. And India is one of those regions, very important regions. It is an association of speakers, an association of members of parliament, and an association of members of staff in the 56 member states of the Commonwealth that are committed and have come together to promote and deepen democratic values that include good governance, that includes the rule of law, that includes peace, that includes friendship, that includes respect for human rights and inclusivity. So, as a Commonwealth Parliamentary Association, we actually promote those values. We also build capacity in our members by running various courses and training through the parliamentary academies, which you can find online. We also hold residence programs twice a year, and we are just coming from one that was held in Trinidad and Tobago. But more importantly, beyond legislation, beyond accountability, I am greatly thrilled to see today a best example of parliaments going beyond their traditional roles of making laws, of approving budgets, of holding our governments to account by being more relevant in society, by engaging a little bit beyond this in sustainable development, as we have seen today from the Kerala Legislative Assembly, by being the main promoters and hosting this international book fair. I am informed that this is the 4th year in which this international book fair is running, and it is growing in leaps and bounds. I want to say on behalf of the Commonwealth Parliamentary Association, congratulations to the Kerala Legislative Assembly. Please keep it up, and we'll place it on record as a best example or a best practice in parliaments going beyond just their traditional roles. Let me also add that, as many speakers who have spoken before have said, it is extremely very important to keep record of our society, to record history, to promote creativity and reward creativity in those of our citizens who are blessed with literary talent, as we have seen this morning. So may I say thank you to N.S. Madhavan. May I also say congratulations, and we hope that many will be inspired by the great works that we see. We also, on behalf of the Commonwealth Parliamentary Association, just wish to place our utmost appreciation for the highest political will that the government here and the Chief Minister has shown in actually attending this event to support
Speaker Shamso. So thank you very much. And as a Commonwealth Parliamentary Association, I want to say that the Kerala Legislative Assembly and the India region is very active in the Commonwealth Parliamentary Association. Thank you very much for having accorded me an opportunity to say these remarks. Thank you. സുഹൃത്തുക്കളെ, 4 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊന്ന് നമ്മളാരും സങ്കല്പിച്ചിട്ട് പോലുമില്ല. ഇങ്ങനെയൊന്ന് നടക്കുമെന്ന് നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിട്ടുമില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെ ഒരു അനുഭവം ഇല്ലായിട്ടില്ല. ഇപ്പോഴിത് ആദ്യമായി കഴിഞ്ഞ 4 കൊല്ലങ്ങളായി ഇത്തരമൊരു മഹത്തായ അനുഭവം നമ്മളെല്ലാവർക്കും ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇത് ഉണ്ടാക്കി തന്നത് മറ്റാരുമല്ല, കേരള അസംബ്ലിയുടെ ബഹുമാന്യനായ സ്പീക്കർ ശ്രീ ഷംഷീറാണ്. അദ്ദേഹത്തിനോടുള്ള അഗൈതവമായ നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല, കക്ഷിഭേദമില്ല. ഇവിടെ എഴുത്തുകാരനും സാഹിത്യവും മാത്രമേ ഉള്ളൂ. ഏതായാലും ഇത് ഏതാനും കൊല്ലങ്ങൾ കൂടി നടന്ന് നിന്നു പോകരുത്. ഏറ്റവും പ്രധാനമായ കാര്യം, വരും വർഷങ്ങളിൽ കേരളത്തിൽ ഒരു നിയമസഭ ഉള്ള കാലത്തോളം ഇത് തുടർന്നു പോകണം. അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി സർ. ആശംസ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ദീർഘമായിട്ടുള്ള പ്രസംഗത്തിൻ്റെ അനിവാര്യതയില്ല. ഔപചാരികതയുടെ പേരിൽ മാത്രം കേരളത്തിലെ തന്നെ പുസ്തകോത്സവങ്ങളുടെ ചരിത്രത്തിൽ ഇതിഹാസതുല്യമായിട്ടുള്ള ഒരു അധ്യായം രചിക്കുകയാണ് പ്രിയപ്പെട്ട പപ്പേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകോത്സവം. കേരള നിയമസഭയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഒരു പുസ്തകോത്സവം. പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരിടത്തും, ഇന്ത്യ രാജ്യത്ത് മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാനും കൈമാറാനും തലമുറകൾക്ക് സമർപ്പിക്കാനും കരുത്തുള്ള ഒരു നിയമസഭയാണ് കേരളത്തിൻ്റേത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൻ്റെ നിയമസഭ ലോകത്തിന് നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള കേരള മോഡലുകളിൽ പ്രധാനപ്പെട്ട ഒന്നായി നിയമസഭ തന്നെ സ്പീക്കറുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പുസ്തകോത്സവം മാറിയിരിക്കുകയാണ്. ഈ നിയമസഭയുടെ ചുറ്റുവട്ടത്തായി എത്രയോ പ്രസാധകർ, എത്രയോ പുസ്തകശാലകൾ, എത്രയോ എഴുത്തുകാർ, വായനക്കാർ. യഥാർത്ഥത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ അവരുടേത് മാത്രമായിട്ടൊരു പുതിയ ലോകം കേരളത്തിൻ്റെ നിയമസഭയിൽ ഉയരുകയാണ്. ഇത്തവണത്തെ അവാർഡ് ജേതാവായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള NS മാധവൻ സൂചിപ്പിച്ചതുപോലെ ലോകപ്രശസ്തമായിട്ടുള്ള എത്രയോ നിയമനിർമ്മാണത്തിൻ്റെ ഭാഷകൾക്ക് വഴി തെളിയിച്ചിട്ടുള്ള ഈ നിയമസഭ ലോകത്തിൻ്റെ വൈവിധ്യമാർന്നിട്ടുള്ള പുസ്തകങ്ങൾക്കും എഴുത്തുകാർക്കും കൂടി അവസരമുണ്ടാകുന്ന വിശാലമായിട്ടുള്ള ഒരു കുടയായി മാറുന്ന മഹനീയമായിട്ടുള്ള അനുഭവം. സഹജാതർ തന്മൊഴി സംഗീതമാകുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് ONV കുറിപ്പിൻ്റെ വരികൾ പോലെ നമുക്ക് ആശിക്കുമ്പോഴും എഴുത്തുകാർക്കെതിരെ, എതിർ ശബ്ദങ്ങൾക്കെതിരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉയരുന്ന അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങൾ, അനുഭവങ്ങൾ, ഏകാധിപത്യ പ്രവണതകൾ നമ്മളെ പേടിപ്പിക്കുമ്പോഴും എഴുത്തുകാർക്കും എതിർ ശബ്ദങ്ങൾക്കും എതിരായി ഉയരുന്ന എല്ലാ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന വിധത്തിൽ പുരോഗമന ചിന്തയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ഒരു നാട് ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാകുന്നത് ഈ കേരളമാണെന്ന് അഭിമാനത്തോടെ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും.
മറ്റെല്ലായിടത്തും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ഭരണകൂടങ്ങളുടെ മർദ്ദനോപകരണങ്ങൾ ഇറങ്ങി പുറപ്പെടുകയും അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റ് തന്നെ സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം എന്ന് പറയുന്ന വാക്കുപോലെ ഭരണകൂടം നേതൃത്വം നൽകുന്ന തീവ്രവാദത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോലും ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ബദലായി ഈ കേരളം ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ ബദൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ആ ബദലിൻ്റെ വക്താക്കളാണ് ഈ ഗവൺമെൻറ്റും ഈ നിയമസഭയും. അതിൻ്റെ കൂടി ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു പരിച്ഛേദമായി ഈ പുസ്തകോത്സവത്തിന് മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് വേണ്ടി സ്പീക്കറുടെ നേതൃത്വത്തിലുള്ള നിയമസഭയുടെ സംഘാടകരുടെ ടീമിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷാപദം അലങ്കരിക്കുന്ന നമ്മുടെ ബഹുമാന്യ സ്പീക്കർ, മറ്റ് വേദിയിൽ സമാഗതരായിട്ടുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കൾ, ആദരം ഏറ്റുവാങ്ങിയ NS മാധവൻ, അതുപോലെ മുഖ്യാതിഥിയായി ശ്രീമതി ബാബു മുസ്താഖ്, ഷവർ കെ ഖലീല തുടങ്ങി ആശംസകൾ അർപ്പിക്കാൻ നമ്മുടെ പപ്പാട്ടൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിൽ ഈ സംവിധാനം ഒരുക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, അത് ഒരു ചരിത്രമായി മാറുകയാണ്. അത് ഇന്ത്യക്ക് തന്നെ മാതൃകയായി. എല്ലാ കാര്യങ്ങളിലും കേരളം മാതൃകയായി നിൽക്കുമ്പോൾ ഈ രംഗത്തും നമ്മുടെ കീർത്തി അതിൻ്റെ ധാവള്യം പരത്തിക്കൊണ്ട് നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ വായനയും വായിക്കാനുള്ള സ്വാതന്ത്ര്യവും പുസ്തകങ്ങൾ ശ്രദ്ധിക്കാനുള്ള സ്വാതന്ത്ര്യവും പുസ്തകം വായിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ടാകുമോ എന്ന് സന്ദേഹിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പുസ്തകങ്ങൾ മാത്രമേ വായിക്കാവൂ, ഇന്നത് എഴുതാവൂ എന്നൊക്കെ പറയുന്ന അത്യന്തം ഭയവിഹ്വലമായ ഒരു സാഹചര്യം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ചരിത്രം മാറ്റുകയാണ്. ചരിത്രം സൃഷ്ടിച്ച മഹാരഥന്മാർ, ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ നാമത്തെയും പോലും തിരോഭൂതമാക്കപ്പെടുന്ന അത്യന്തം ഒരു ഗുരുതരമായ സാഹചര്യമാണ്. അതുകൊണ്ട് ഏതായിരുന്നാലും നമ്മുടെ നിയമസഭയുടെ ഇതുപോലുള്ള ഈ പരിപാടികളിലൂടെ ഉന്നതമാക്കാൻ കഴിയുന്ന സന്ദേശം, ഇതിനെല്ലാം എതിരായിട്ടുള്ള ഒരു പ്രതിരോധത്തിൻ്റെ ആത്മബോധം വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗമീയതയായും കൂട്ടായ്മയായും ഇതുപോലുള്ള പരിപാടികളെ പരിവർത്തനമാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ഒരു വിലപ്പെട്ട സംഭാവനയായിരിക്കും എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിയമസഭയുടെ ഈ പരിപാടികൾ ദിവസങ്ങൾ കഴിയുന്തോറും അതിന് വായനക്കാരും സന്ദർശകന്മാരും ധാരാളം എത്തിച്ചേരുകയാണ്. ഇപ്പോൾ തന്നെ നിറഞ്ഞ് കവിയുകയാണ് ഇതിൻ്റെ പ്രദർശന സന്ദർഭങ്ങൾ. തീർച്ചയായും അത് മുന്നോട്ട് കൊണ്ടുപോകാനും വിജയപ്രദമാക്കുവാനുമുള്ള ശ്രമങ്ങളിൽ നമുക്കെല്ലാം ഒരുപോലെ സഹകരിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിക്കും തുടർന്നുള്ള പരിപാടികൾക്കെല്ലാം തന്നെ എൻ്റെ വിനയഭരിതമായ അഭിവാദനങ്ങൾ, ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഹ്രസ്വമായ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമാരാധ്യനായ യോഗാധ്യക്ഷൻ കൂടിയായ നിയമസഭാ സ്പീക്കർ, വേദിയിലെ നിയമസഭയുടെ ആദരവേറ്റ് വാങ്ങിയ പ്രശസ്ത എഴുത്തുകാരൻ കൂടിയായ ശ്രീ NS മാധവൻ ഉൾപ്പെടെയുള്ള മറ്റ് ബഹുമാനപ്പെട്ടവരെ, വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, വളരെ വൈകിയൊരു വേളയാണ്. അതുകൊണ്ട് ദീർഘമായൊരു പ്രസംഗത്തിലേക്കൊന്നുമില്ല. കേരള നിയമസഭയുടെ പുസ്തകോത്സവത്തിൻ്റെ 4ാം എഡിഷൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ നിന്ന് ഒരുപാട് മുൻപോട്ട് പോവുകയും കൂടുതൽ എഴുത്തുകാരെയും പ്രസാധകന്മാരെയും അതോടൊപ്പം പുതിയ തലമുറയിലെ എഴുത്തുകാരെയും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിനും വായിക്കുന്നവർക്കും വായന ഇഷ്ടപ്പെടുന്നവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു വേദിയായി മാറിക്കഴിഞ്ഞു. അടുത്ത ദിവസങ്ങളിലായി നടക്കുന്ന ഈ പുസ്തകോത്സവം നമ്മുടെ നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായി മാറട്ടെ എന്നൊരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും വളരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ.
I request the Honorable Speaker Shri A.N. Shamsir Sir to honor the Chief Guest Srimati Bhanu Mushtaq with a Kerala traditional shawl and present the memento. I request the Honorable Speaker Sri A.N. Shamsir Sir to honor Dr. Christopher K. Kalila with a Kerala traditional shawl and present the memento. മലയാള ചെറുകഥയുടെ കുലപതിയും കേരളീയ സാംസ്കാരിക ഭൂമികയുടെ കരുതലുമായ ശ്രീ ടി പത്മനാഭൻ അവർകളെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി സർ. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണകുമാർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായുള്ള സംപൂജ്യരെ, ഈ അക്ഷരോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമാപനത്തിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിച്ചത് കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ A.N. ഷംസീർ സാറാണ്. സാറിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റയം ഗോകുമാർ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ ശ്രീ N.S. മാധവൻ സാർ, അദ്ദേഹത്തിനോടുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ഈസ് ശ്രീമതി ബാനു മുഷ്താഖ്. ഷീ ഈസ് ദി വിന്നർ ഓഫ് ദി ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് those who are gathered here, sir, madam, we express our sincere gratitude. Similarly, chairperson of the Commonwealth Parliamentary Association, Dr. Christopher K. Kalila, he is also here. On behalf of the Kerala Legislative Assembly and on behalf of all those who are gathered here, we express our sincere gratitude from the bottom of our hearts, sir. Then, നമുക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ടി പത്മനാഭൻ സാർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഓപ്പോസിഷൻ ലീഡർ ശ്രീ V.D. സതീശൻ സാർ, നമ്മുടെ ആദരണീയനായ റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ ശ്രീ K. രാജൻ സാർ, അതുപോലെ തന്നെ ഡോക്ടർ N. ജയരാജ്, ഓണറബിൾ ഗവർണർ, നമ്മുടെ ഗവൺമെൻറ് ചീഫ് വിപ്പാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളി സാർ, അതുപോലെ തന്നെ പ്രസ് മീഡിയ പീപ്പിൾ ആസ് വെൽ ആസ് ദി organizers and also the public participants. We express our sincere gratitude on behalf of the Kerala Legislative Assembly to all of you. Thank you very much. നന്ദി സർ. ഉദ്ഘാടന ചടങ്ങുകൾ സമാപിച്ചു.